എങ്ങനെയുണ്ട് മോള് പോയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാ. അയ്യോ ഹണി അട്ട കടിച്ചതാട്ടത്. ബ്ലഡ് വരുന്നുണ്ടങ്ങള്, ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങണതാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഫ്സൽ, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്ങാതിമാരെ, ഞങ്ങളിപ്പോൾ വയനാട്ടിലാണുള്ളത്. ഞങ്ങൾ ബ്രഹ്മഗിരി ട്രെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെ ഉനൈസ് ഉണ്ട്, നമ്മളെ ഇന്ത്യൻ ട്രയൽസ് ചാനലിൻ്റെ മുതലാളി. അപ്പോൾ എല്ലാവരും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മളെ നസീം ഉണ്ട് കേട്ടോ, നസീം തിരുവനന്തപുരം ഉണ്ട്. ഇത് നമ്മളെ ഫസൽ മഞ്ചേരി. അപ്പോൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് വയ്യ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. പിന്നെ ഇവിടുന്ന് നമ്മളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. 5 പേരടങ്ങുന്ന ഒരു സംഘത്തിന് 2355 രൂപയാണ് ചാർജ് വരുന്നത്. അതേപോലെ തന്നെ ഒരു 160 രൂപ ക്യാമറൻ്റെ ഒരു ചാർജും വരുന്നുണ്ട്. ഇതിൽ കൂടെ നമുക്ക് ട്രെക്ക് ചെയ്ത് പോകാമല്ലോ കേട്ടോ. കാട്ടിനകത്തൂടെ കുറെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മലയാണ്. അപ്പോൾ നമ്മൾ കാട്ടിനകത്തൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൈഡ്, നിങ്ങളുടെ കൂടെ വരുന്ന ഗൈഡ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം. അദ്ദേഹം പറയുന്ന കേട്ട് പോയിട്ട് വരണം. പിന്നെ അതിലും പ്രധാനമായിട്ടാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്, നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ളത്തിൻ്റെ കുപ്പികൾ, അങ്ങനെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ അവിടെ ഡംപ് ചെയ്യാൻ പാടില്ല. അത് നമ്മളെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ അത് ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ മഞ്ചേരിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഞാനും നസീമും ഫസലും ഇന്നലെ രാത്രി തന്നെ പോന്നിട്ടുണ്ടായി. പിന്നെ ഉനൈസ് ഇന്നലെ തന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ്. ഇന്നലെ കൽപ്പറ്റ ഞങ്ങൾ റൂം എടുത്തു. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിക്ക് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചതാട്ടോ. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രക്കിംഗ് ആണ് ബ്രഹ്മഗിരി ട്രക്കിങ്. ഒരു കാട്ടിനുള്ളിലൂടെ കാട്ടുചോലകളൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. അതേപോലെ കിളികളുടെ സൗണ്ടും നല്ലൊരു ഫീലാട്ടോ ഈ ഒരു ട്രക്കിങ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രഹ്മഗിരി ട്രക്കിങ് ചെയ്യുന്നത്. കുടജാത്രി ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, നല്ല അട്ട കടിക്കുന്നുണ്ട് കേട്ടോ. അട്ട കൈമലുണ്ട്. കാൽമലും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ട്രക്കിങ് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ഒന്നെങ്കിൽ രാവിലെ 6:30 ഒരു ട്രക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു 8:30 ട്രക്കിംഗ്. ഈ 2 സമയത്താണ് ട്രക്കിംഗ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ട്രക്കിംഗ് ഇല്ല. ഈ 2 സമയത്ത് മാത്രം വന്നാൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഉനൈസ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കാടിൻ്റെ ഭംഗി ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ചേട്ടാ, എപ്പോഴെങ്കിലും ആന ഓടിപ്പിച്ചിട്ടുണ്ടാവളെ? ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഓടിപ്പിച്ചിട്ടുണ്ട്. കടുവനൊക്കെ കാണലുണ്ടോ? ഇവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചങ്ങാതിമാരെ, നമ്മളെ പാപനാശിനി പിന്നെ ആ തോടുണ്ടല്ലോ, ബലിയിടുന്ന ആ തോടിലേക്ക് പോകുന്ന വെള്ളതാ, ആ വെള്ളമാണ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത്. അട്ട കാലുമൊക്കെ അടിച്ചത്. എൻ്റെ പേരെന്താ?
ഇപ്പൊ തേക്കുന്ന സാധനത്തിന് വരുന്ന പുകയില. പുകയിലാണ് തേക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഈ ഒരു മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരം വെച്ചിട്ട് റിസോർട്ടിന്റെ പല ഭാഗങ്ങളും ഇതിന്റെ ചില്ലകളൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. പല സ്ഥലത്തും ഈ ഒരു മരങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചങ്ങാതിമാരെ അതാ ഞങ്ങൾ 5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് നമ്മളിതാ ഈ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നസീം അതാ അവിടെ, ഫസൽ അതവിടെ, പിന്നെ നമ്മളെ ഗൈഡ് ഉണ്ട്. കണ്ടങ്ങൾ ചങ്ങാതിമാരെ ഫുള്ള് അട്ട കടിച്ചതാണ്. ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് കടിച്ചാണെന്നൊക്കെ. ഷൂവിൻ്റെ ഉള്ളിലാണ് കണ്ടകള്. ഷൂവിൻ്റെ ഉള്ളിൽ ഫുള്ള് അട്ടയാണ്, അട്ടയും ബ്ലഡും. എന്താ വൈബ്, അടിപൊളി. ഫുള്ള് കോട മുടിക്കാണ്. ആ മലനിരകളൊന്നും നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റൂല കേട്ടോ. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. രാജേട്ടാ, ദിവസം എത്ര ആൾക്കാരുണ്ടാവും ബ്രഹ്മഗിരി ട്രക്കിങ്ങിന്? 200 ആളുണ്ടാവും. ഈ 2 ട്രിപ്പിലായിട്ട് 10-200 ആളുണ്ടാവും അല്ലേ? അപ്പം ഇനി ഞങ്ങൾ മുകളിലത്തെ വാച്ച് ടവർ കയറാൻ പോകും. വാച്ച് ടവർ കയറി അടിപൊളി വൈബായിരിക്കും. അതിൻ്റെ മുകളിൽ നിന്നുള്ള കുറച്ച് ടൈം ലാപ്സ് വീഡിയോസും അതേപോലെ കുറച്ച് സ്ലോ മോഷനും കോടങ്ങനെ ഫുള്ള് പോകണം, കുറച്ച് വിഷ്വൽസ് ഒക്കെ കാട്ടിത്തരാം. അപ്പം മുകൾക്ക് കയറാം കേട്ടോ. ആ ഭാഗമൊക്കെ ഇപ്പം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മളിതാ അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. അതാ അടിഭാഗത്തു നിന്നാണ് കയറി വന്നത്. ഇതാ ഈ വാച്ച് ടവർക്ക് ഇങ്ങനെ കയറി വന്നിക്കാണ്. ഇനി നമുക്ക് കയറാനുള്ളതാ ഈ കോട മൂടിക്കുന്ന സ്ഥലം കണ്ടോ, അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. ഇനി ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഇവിടുന്ന് കയറാണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള അവിടുത്തെ കാഴ്ച നമുക്ക് കാണണം. ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ, ഫുള്ള് കോട മൂടിക്കാണ്. കണ്ടാൽ ഫുൾ കോട മൂടിക്കാണ്. എങ്ങനെയുണ്ടേ? സൂപ്പറാ, നല്ല തണുപ്പുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഉനൈസ് ആസ്വദിക്കാണ്, മഴ ആസ്വദിക്കാണ് ഉനൈസ്. അപ്പം നമ്മളെ രാജേട്ടതാ നമ്മുടെ വിറകൊക്കെ കൂട്ടി കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇനി നമുക്ക് കയറാനുള്ളത്. ഇവിടുന്ന് 2 കിലോമീറ്റർ മാടി മുകളിലേക്ക് കയറാണ്ട്. ഇപ്പോൾ വാച്ച് ടവർ ഇറങ്ങി, അവിടെ നല്ല കാറ്റും മഴ ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടുന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രാജേട്ടാ, നമുക്ക് മുകളിൽ കയറണ്ടേ? മുകളിൽ കയറണം. ഇപ്പോൾ മഴ ആണെങ്കിൽ കയറാൻ കഴിയോ? കയറാൻ കഴിയില്ല, കുറച്ച് മഴ ഒന്ന് ചോരണം അല്ലേ, എന്നാലും നമുക്ക് പോകാൻ കഴിയുള്ളൂ മുകളിൽ. ഇപ്പോൾ കോടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അത് തിരുനെല്ലി ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗമൊക്കെ തിരുനെല്ലി ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ബ്രഹ്മഗിരി മലനിരകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്താ ഭംഗിയെന്ന് അറിയോ, അടിപൊളി. കാരണം കുറേ കാലത്തിന് ശേഷമാണല്ലോ. അപ്പോൾ അവിടെ 1 മാസമായിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക്കോ ഒരു കച്ചറയോ ഒരു സംഭവമില്ല. അടിപൊളി, എന്താ രസം. അപ്പോൾ ചങ്ങാതിമാരെ ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. നമ്മൾ വാച്ച് ടവറിൽ നിന്ന് ഇനി 2 കിലോമീറ്റർ പാടെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത്. അയ്യോ അയ്യോ അയ്യോ, അടിപൊളി. അപ്പോൾ ആ വാച്ച് ടവറൊക്കെ ഫുള്ള് കോട മൂടിട്ടോ. ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് കയറി വന്നു. ഇപ്പോൾ വാച്ച് ടവർ കാണുന്നില്ല, ഫുള്ള് കോട മൂടിയിട്ട് ആ വാച്ച് ടവർ ഇപ്പോൾ ശരിക്കും കാണുന്നില്ല.
ഇപ്പോൾ 2 കിലോമീറ്ററാണ് മുകളിൽ കയറാണ്. അതിൽ ഒരു 600-700 മീറ്റർ കയറിയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ കുത്തനുള്ള കയറ്റാണ്. നമ്മൾ ഗൈഡ് രാജേട്ടനും ബാക്കിലത് നസീമും ഉനൈസും വരുന്നുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ കോടായതുകൊണ്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ആ മലനിരകളൊന്നും, നേരത്തെ കണ്ട മലനിരകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. മുകളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാ. കറക്റ്റ് കിട്ടും ചെയ്ത ക്യാമറ. നിങ്ങൾ ആദ്യമായിട്ടാണോ കയറുന്നത്? ഇതിന് മുൻപ് നിങ്ങളെവിടെ സ്ഥലം? എവിടെ? കോഴിക്കോടാണ്. ഞാൻ കടലുണ്ടിയാ. അപ്പൊ ചങ്ങാതിമാരാ, ഞങ്ങൾ ഫൈനലി ബ്രഹ്മഗിരി ട്രക്കിങ്ങിന്റെ 7 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റത്തെ 5 കിലോമീറ്റർ പിന്നെ ഫുള്ള് കാട് അടി കയറ്റിട്ടാണ് കയറി. 2 കിലോമീറ്റർ നല്ല കുത്തുള്ള ഒരു മലകയറ്റായിരുന്നു. പിന്നെ ഈ കാണുന്ന ഈ ഇത് വഴി കണ്ടോ, ഇത് ബോർഡറാണ്. ഇപ്പുറത്ത് കർണാടകയാണ്. അതേപോലെ ഈ ബോർഡറിന്റെ കേരളമാണ് കേട്ടോ. ഞങ്ങൾ ട്രക്കിങ് ഇവിടെ അവസാനിക്കുകയാണ്.